അണ്ണന് മാറ്റമില്ല, ആക്ടിംഗ് ഇല്ല, ഗെറ്റപ്പ് ചേഞ്ച് ഇല്ല, വെറുത്തനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞവരുടെ എല്ലാം വായടപ്പിച്ച സിനിമയാണ് ദ ഗോഡ്. ആദ്യമായിട്ടാണ് സിനിമ കണ്ടിട്ട് എന്റെ മൂത്രം പോണേ. ഇത്രയും ധൈര്യമുള്ള ഒരു മനുഷ്യന്റെ മൂത്രം കളയാൻ പറ്റിയ വെങ്കട് പ്രഭു അല്ല രാജമൗലി വന്നാലും അണ്ണൻ അണ്ണൻ തന്നെ എന്ന് വീണ്ടും അടിവരയിട്ടുറപ്പിക്കുന്നു. 100% വെങ്കട് പ്രഭു സിനിമയാണെന്നും അടുത്ത സീൻ എന്താണെന്ന് ഊഹിക്കാൻ പോലും പറ്റുമില്ല എന്നാണ് സംവിധായകൻ തള്ളിയത്. അണ്ണനോട് കൂടുമ്പോൾ മാത്രം എല്ലാവർക്കും ശതമാനക്കണക്ക് നിർബന്ധമാണ്. ഒരു നടികർ സംഘം സ്റ്റാർട്ട് ചെയ്യാനുള്ള നടന്മാരെ വെച്ച് വിജയ്ക്ക് ദ ഗോട്ട് എന്നുകൂടി വിളിപ്പേരുണ്ടാക്കാൻ ഉണ്ടാക്കിയെടുത്ത പച്ചയായ കാട്ടവരാതം. നായകൻ റോ ഏജന്റ്, കൂടെ ഒരു ടീം, പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ, ജയറാം, വന്നവനും നിന്നവനും പോയവനും എല്ലാം അണ്ണൻ്റെ ഇരട്ടി സ്ക്രീൻ പ്രസൻസ്. എങ്കിലും അണ്ണൻ ദ ഗോഡ് ഗാന്ധി. പണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ മിച്ചം വർഷങ്ങൾക്ക് ശേഷം തേടിയെത്തുന്നതും അണ്ണൻ നേരിടുന്നതുമാണ് സിനിമയുടെ കഥ. വിജയ്കാന്തിന് കൊടുത്ത ട്രിബ്യൂട്ട് വിജയും കാന്തും മിക്സ് ചെയ്ത വേറെ എന്തോ ഒരു കാന്ത്, നമുക്കതിനെ വിജു കാന്ത് എന്ന് വിളിക്കാം. ഡി ഏജിംഗ് ഒക്കെ വൻ തോൽവിയായിരുന്നെങ്കിലും 15 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്ന അണ്ണൻ്റെ ലുക്ക് അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ്. ഉണ്ണീസ് വ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈയടിച്ചു പോകും. ചകീരി പോലത്തെ വെപ്പുതാടി, മീശ. ബംഗാളികൾ വിൽക്കുന്ന 150 രൂപ വിഗ് ഇതിലും ഭേദമാണ്. പ്രേക്ഷകൻ കാണുന്നത് തിയേറ്ററിൽ 4K പ്രിൻ്റ് ആണെന്ന ബോധം പോലും സംവിധായകനില്ല. കൂടെയുള്ളവർക്ക് പ്രായം കറക്റ്റാണ് താനും. അതുവരെ കണ്ടിരിക്കാവുന്ന ഒരു പടമായിരുന്നു. ചിരിച്ചു തുടങ്ങിയത് ഗാന്ധിയുടെ ഈ റീ എൻട്രിക്കാണ്. തീർന്നില്ല, വരുന്നു. ഫേസാപ്പ് പോലും തോറ്റുപോകുന്ന ഡി ഏജിങ്ങുമായി കൊടൂര വില്ലൻ ജീവൻ. തളപതി VS ഇളയ തളപതി ഇൻ്റർവെല്ലാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകും. രസികർക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. അണ്ണയാര് തളപതി. കംപ്ലീറ്റ് പ്രഡിക്റ്റബിൾ സ്റ്റോറി. ഇടയ്ക്ക് മങ്കാത്തയാക്കാൻ ഡബിൾ ഗെയിം സ്റ്റോറി ആക്കാൻ നോക്കുന്നു, അതും കയ്യിൽ നിന്ന് പോകുന്നു. പറയാൻ കൊള്ളാവുന്ന ഒരു സോങ്, BGM യാതൊന്നുമില്ല. ഫൈറ്റ് സീൻസ് പോലും ഡി ഏജിങ്ങും ഫാൻസി ഡ്രസ്സും എല്ലാം കൂടി കൊല വിളിക്കും. അല്ലു അർജുൻ സിനിമകൾക്ക് ശേഷം ഇത്ര കൃത്യമായി സോങ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ദ ഗോട്ടിലാണ്. ഒരു സോങ് കൊണ്ടൊരു ഫാമിലി ആൻഡ് ലവ് സ്റ്റോറി ഡെവലപ്പ് ആകുന്നു. ഒരാളെ കൊല്ലുന്നു, നെക്സ്റ്റ് റൊമാൻറ്റിക് സോങ്. ഐറ്റം ഡാൻസ് എന്ന് പോലും പറയാൻ പറ്റാത്ത തൃഷയെ വെച്ച് വേറെ എന്തോ ഒരു ഐറ്റം. വീക്കസ്റ്റ് വില്ലൻ പഴയ മൈക്ക് മോഹൻ, അന്നേ തോൽവി. ചെണ്ടറാം നമ്മുടെ മേട്ടൻ, ഇപ്പോൾ തമിഴൻ്റെ സ്ഥിരം ചെണ്ട. എന്തിൻ്റെ കേടാണ്. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ, സർവത്ര അവന്മാരെ മുക്കിവിട്ട് അണ്ണൻ ദ ഗോഡ്. ഡി ഏജിങ് കൂടി ചെയ്ത ചുള്ളനായ അണ്ണൻ തൻ്റെ ഇരട്ടിയുള്ള അജ്മലിനെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. രസികർക്ക് ഇത് ആഘോഷരാവ്. ഈ അപരാധം മുഴുവൻ കണ്ട് പടം തീരുന്നുമില്ല. 3 മണിക്കൂർ അടുത്തുണ്ട്. ഇടയിൽ കൂടി ബബിൾഗം വായിലിടൽ, വെയിറ്റിംഗ്, ട്രോളന്മാർ വിറവിട്ട എല്ലാ ഐറ്റവും ഉണ്ട്. അവസാനം ചെന്നൈ സൂപ്പർ കിങ്സ് മാച്ചിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ റൂഫിൽ കിടന്ന് VFX മെഴുകിയ ക്ലൈമാക്സ് അവിട്ടം വരെയൊക്കെ പിടിച്ചിരുന്ന് കണ്ടു. ഇതോടുകൂടി അഭിനയം നിർത്തി തമിഴക വെട്രിക്കഴകം രൂപീകരിച്ച് അടുത്ത മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്നാവട്ടെ. അല്ലെങ്കിൽ രസികന്മാരെ പൂജിച്ച് എത്ര കാലം അവർക്കും വിവരം വെച്ചു തുടങ്ങി. തലൈവാ എന്ന് പേരിട്ട് ആ പേര് നേടിയ പോലെ, വാത്തി സോങ് എടുത്ത് വാത്യാര് എന്ന പേര് നേടിയ പോലെ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പേരിട്ടാൽ അങ്ങനെ ആവില്ല. ദ ഊക്ക് ഫെസ്റ്റ് ഓഫ് ഓൾ ടൈം, അത്രേ ഉള്ളൂ. OTT ഇറങ്ങുന്ന ദിവസം അണ്ണനും രസികന്മാർക്കും പൊങ്കാല മഹാമഹം. അണ്ണനും മാറുന്നില്ല, രസികനും മാറുന്നില്ല. ഓരോരോ ഡയറക്ടർമാർ അണ്ണന് വേണ്ടി മാറി ഒരു പരുവമായി. തമിഴക വെട്രിക്കഴകത്തിൻ സിംഗം അണ്ണൻ വിസയ് വാഴ വേണ്ടും, CM ആക വാഴ വേണ്ടും. സിനിമ വിട്ടിട് മുടിയലേ അണ്ണാ മുടിയലേ.